ഇത്തവണ വർക്കലയിൽ അതിശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. ഹാട്രിക് വിജയം ലക്ഷ്യമിട്ടിറങ്ങിയ ജോയിയെ നേരിടുന്നത് 3 തവണ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വർക്കല കഹാറാണ്. ഇടത്തുപാളയത്തിൽ നിന്ന് തന്നെ ഒരാളെ NDA സ്ഥാനാർത്ഥിയാക്കിയതോടെ മണ്ഡലത്തിന്റെ മത്സരചിത്രം തന്നെ മാറി. സ്ഥാനാർത്ഥി നിർണയം മുതൽ കേരള രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ മണ്ഡലങ്ങളിൽ ഒന്നാണ് വർക്കല. മണ്ഡലം നിലനിർത്താൻ LDFും തിരിച്ചുപിടിക്കാൻ UDFും കരുത്ത് കാട്ടാൻ NDAയും കച്ചകെട്ടി ഇറങ്ങുന്നതോടുകൂടി തന്നെ ഈ മണ്ഡലത്തിലെ പോരാട്ടം കടുപ്പമാവുക തന്നെ ചെയ്യും. ജോയിക്ക് വർക്കലയിൽ ഇത് 3ാം ഊഴമാണ്. 2016 അന്നത്തെ സിറ്റിംഗ് MLA വർക്കല കഹാറിനെ തോൽപ്പിച്ചായിരുന്നു ആദ്യ ജയം. 21 കോൺഗ്രസ് നേതാവ് BRM ഷഫീറിനെ പരാജയപ്പെടുത്തിയത് 17,000-ൽ പരം വോട്ടുകൾക്ക്. ഡീൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഭീഷണിയാണെങ്കിലും വിജയം ഉറപ്പെന്ന് ജോയ് പറയുന്നു. അപ്പോൾ BDJSന്റെ സ്ഥാനാർത്ഥി വന്ന സാഹചര്യത്തിൽ BJPക്കാർ വ്യാപകമായി വർക്കല കഹാർ നോട്ട് ചെയ്യണമെന്ന വോയിസ് മെസ്സേജ് ഇട്ടു. അപ്പോൾ ആ ഡീല് ഇപ്പോഴും തുടരുകയാണ്. ജനങ്ങളുടെ ഇടയിൽ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സാധിക്കും. പിന്നെ ഇവരുടെ പ്രവർത്തകരുടെ എല്ലാം വോട്ട് വേണമെങ്കിൽ UDFന് കൊടുക്കുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ജനങ്ങളത് തിരിച്ചറിയും. അത്തരം ചില ഡീലുകൾ പൊതുവേ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിലും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും കണ്ടത് ഇപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് വ്യാപിക്കുന്നു എന്നുള്ളത് ശരിയാണ്. 2001, 2006, 2011 തുടർച്ചയായി 3 വട്ടവും വർക്കലയിൽ കഹാർ തന്നെയായിരുന്നു. 4ാം അംഗത്തിൽ കാലിടറിയ കഹാറിന് 2016 തോൽവിക്ക് പകരം വീട്ടുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം പ്രഖ്യാപനങ്ങളും പരസ്യപ്പെടുത്തലുകളുമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നും നടന്നില്ല. പിന്നെ ജനങ്ങളെ എങ്ങനെ പാട്ടിലാക്കാം എന്നാണ് നോക്കുന്നത്. ഒരു മന്ത്രിയായിരുന്ന ആൾ തന്നെ പറഞ്ഞില്ലേ, നല്ല പെൻഷൻ വാങ്ങി തിന്നിട്ട് നന്ദികേട് കാട്ടിയെന്ന്. ജനങ്ങളെ കരം കൊടുക്കുന്ന പൈസ കൊടുത്തിട്ടാണ് പറയുന്നത്. ജനങ്ങളുടെ ആവശ്യം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഭരണം വരും. പത്രിക സമർപ്പണത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു ഇടത് ക്യാമ്പുകളെ ഞെട്ടിച്ച് CPM ഏരിയ കമ്മിറ്റി അംഗത്തെ NDA സ്ഥാനാർത്ഥിയാക്കിയത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ സ്മിത സുന്ദരേശൻ നേടുന്ന ഓരോ വോട്ടുകളും ജയപരാജയങ്ങളെ തീരുമാനിക്കുന്നതിൽ നിർണായകമാകുമെന്നതിൽ തർക്കമില്ല. BJPക്ക് ഇവിടെ നല്ല ഒരു സാധ്യതയുള്ള മണ്ഡലമാണ്. A ക്ലാസ് മണ്ഡലമാണ്. തീർച്ചയായിട്ടും എന്താ പറയണ്ടേ, എല്ലാവരും ഒരേ മനസ്സോടുകൂടി നിന്നു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. ഇതുവരെ ഇല്ലാതിരുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് ഇത്തവണ വർക്കല നിയോജക മണ്ഡലത്തിലുള്ളത്. കൂടുമാറ്റം മുതൽ ഡീൽ ആരോപണം വരെ ഇത്തവണ വർക്കലയിൽ സജീവമാണ്. അതുകൊണ്ട് തന്നെ ആര് വാഴും ആര് വീഴുമെന്നറിയാൻ കാത്തിരിക്കണം. ക്യാമറ പേഴ്സൺ സുനിലിനൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.